എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തൽക്കാലം എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ എൻ്റെ കാറിലേക്ക് മാറ്റുകയാണ്. കാരണം വീട്ടിലത്തെ കുഞ്ഞവൻ എന്നെക്കൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവൻ്റെ കൂടെ കളിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ വീണ്ടും അവനെ മാറ്റി നിർത്തി യൂട്യൂബ് വീഡിയോസിലേക്ക് കിടക്കുന്നത് ഞാൻ അവനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി പോകുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് നിരന്തരം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്രോ, എനിക്കിപ്പം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 1 വർഷത്തെ ആവാം, 2 വർഷത്തെ ആവാം, 5 വർഷത്തെ ആവാം. ഞാനപ്പം ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരട്ടെ, അല്ലെങ്കിൽ വരുന്നതിൽ കുഴപ്പമുണ്ടോ, ജോലി കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ കരിയറിൽ എപ്പോഴെങ്കിലും പുറം രാജ്യത്ത്, ഇപ്പോൾ ദുബായ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിങ്ങളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ദുബായ് ആണെങ്കിൽ അല്ലെങ്കിൽ UAE എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് 4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കാനൊക്കെ വളരെയധികം എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ താരതമ്യേന ചിലവ് കൂടുതലുമാണ്, നമ്മുടെ ഫ്ലൈറ്റ് ഹവേഴ്സ് കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ദുബായ് ഒരു പ്രൈമറി ലൊക്കേഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഒരാൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 20,000 മുതൽ 50,000 രൂപ സാലറി റേഞ്ചിലാണെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കുന്ന IT ഡെവലപ്മെൻറ്റ്, അതിൽ തന്നെ വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 20,000 മുതൽ 50,000 റേഞ്ചിലാണ് നമ്മൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായിൽ ഒരു 80,000 മുതൽ ഒരു 1,50,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് എഗെയിൻ ഡിപ്പെൻഡാണ്. അതായത് അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,50,000 മുകളിൽ വരെ നിങ്ങൾക്ക് തുടക്കത്തിൽ ദുബായിൽ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടല്ലേ, സാലറി റേഞ്ചിൽ വലിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ 20,000 രൂപയ്ക്ക് നിങ്ങൾ എറണാകുളത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും പിന്നെ ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടെ ഏകദേശം ഒരു 10-15 രൂപ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 20,000 രൂപ ശമ്പളത്തിലാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 5,000 രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ അവിടെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു തുടക്കത്തിൽ ഒരു 80,000 രൂപ കുറഞ്ഞ ശമ്പളത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെൻറ്റ് ഒരു 20,000-30,000 ഫുഡും എല്ലാം കൂടെ കണക്ക് കൂട്ടി വന്നാലും ഒരു 60,000 രൂപ നിങ്ങൾക്ക് 80,000 ചിലവ് വന്നാലും ബാക്കി 20,000 രൂപ നിങ്ങൾക്ക് നീക്കിയിരിപ്പ് വെക്കാനായിട്ട് പറ്റും. 20,000 കൂടുതൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ മനോഭാവം പോലെ ഇരിക്കും. നിങ്ങളിവിടെ വന്നിട്ട് എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം രൂപ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ തന്നെ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് മുന്നേ എനിക്ക് ദുബായിലേക്ക് വരണമെന്ന് എനിക്കല്ല തോന്നിയത്, എൻ്റെ അമ്മയ്ക്കാണ് തോന്നിയത്. അമ്മയാണ് എന്നെ പുഷ് ചെയ്തിട്ട് എന്നെ ദുബായിലേക്ക് വിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പം ഞാനിപ്പോൾ ദുബായിലല്ലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കടബാധ്യതകൾ ഇത്ര കാലം കൊണ്ട് തീർക്കാനോ അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് ഒരുറപ്പും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കണം. അടുത്തുള്ളൊരു രാജ്യത്ത് പോയി ജോലി നോക്കണം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ഒരു രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള ജോലി കളയേണ്ടി വരും അല്ലേ. അതിനുശേഷം നിങ്ങൾ ദുബായിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ വരാവൂ. റീസെൻ്റായിട്ട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ തന്നെ എനിക്ക് ഒരു ടെർമിനേഷൻ കിട്ടി. അതിനുശേഷം ഞാൻ വേറൊരു ജോലിക്ക് കയറി. അവിടെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ 1 മാസത്തിനുള്ളിൽ തന്നെ റിസൈൻ ചെയ്തു. അതിനുശേഷം ഈ 9-10 വർഷം ദുബായിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് തന്നെ ഏകദേശം 4 മാസം മുതൽ 6 മാസം വരെ എടുത്തിട്ടാണ് മറ്റൊരു ജോലിയിലേക്ക് എനിക്ക് കയറാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു 2 മാസത്തെ വിസിറ്റിൽ മാത്രമായിട്ട് ദുബായിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 6 മാസമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ മാത്രമേ വരാവുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയായാലും ചിലവ് വരും.
ഓക്കെ. അപ്പോൾ അതിൻ്റെ ചിലവ് എത്ര ആവും, 6 മാസത്തേക്ക് ഇവിടെ നിൽക്കാൻ എത്ര രൂപ ചിലവാകും എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനത് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. ഇനി ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി അപ്ലൈ ചെയ്താലും കോൾസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് തന്നെ കോൾസ് കിട്ടാനായിട്ട് ഏകദേശം ആദ്യത്തെ 37-47 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫസ്റ്റ് കോള് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക, കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്നുള്ളത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ മണ്ണിൽ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ക് ഫാക്ടർ കൂടി വേണം. അതെന്തോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് അത് വന്ന് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോലിക്ക് കയറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എക്സ്പീരിയൻസും നല്ല നോളജും ഉള്ള ആൾക്കാർ 6 മാസം ഇവിടെ നിന്നിട്ടും തിരിച്ച് നാട്ടിലേക്ക് വെറും കൈയോടെ പോകേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ നമ്മളിപ്പം തിരിച്ച് 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം കരിയർ ബ്രേക്ക് വരുന്നു, വീണ്ടും നമ്മൾ നാട്ടിൽ പോയിട്ട് വീണ്ടും കരിയർ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു 30 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ മാരേജിനൊക്കെ മുമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ റിസ്ക് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മറ്റൊരു കാര്യം, ആരൊക്കെയാണ് ഇവിടെ വന്ന് ജോലി അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഒരുവിധം എല്ലാ ഫീൽഡിലുള്ള ഇപ്പോൾ UI UX ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ഫ്രണ്ട് എൻഡ് ആണെങ്കിലും ബാക്ക് എൻഡ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. പക്ഷേ കമ്പയർ ടു ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ്. ദുബായ് അത്രയും വലിയൊരു മാർക്കറ്റല്ല. സോ ലിമിറ്റഡ് നമ്പർ ഓഫ് പൊസിഷൻസ് മാത്രമായിരിക്കും നമുക്ക് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാക്സിമം നമുക്ക് പെർഫോം ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റേണ്ട ഒരു നോളജ് നമുക്കുണ്ടാവും. ഇപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർ പഠിച്ചിറങ്ങി അവരൊരു പ്രോജക്റ്റ് 1-2 ചെയ്തിട്ട് അവരെൻ്റെ അടുത്ത് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും ഒക്കെ ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ അവിടെ വന്നാൽ എനിക്ക് ജോലി കിട്ടുമോ, എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവർ ചോദിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ കിട്ടുന്ന ഇൻ്റർവ്യൂവിൽ പാസ്സാവാനായിട്ടുള്ള എല്ലാ നോളജും നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് നേടിയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് കോൾസ് വളരെയധികം കുറവായിരിക്കും. ആ കിട്ടുന്ന കോൾസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു 2 വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ദുബായ് പോലുള്ള മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കറൻ്റായിട്ടുള്ളൊരു ദുബായിൽ അല്ലെങ്കിൽ UAE-യിലത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 20 ഇൻ്റർവ്യൂ പോസ്റ്റ് നമ്മൾ ലിങ്ക്ഡിനിലും ഇൻഡീഡിലും നൗക്കറിയിലും ഒക്കെ കാണുവാണെന്നെങ്കിലും എനിക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട് വരെ എനിക്കറിയുള്ളൂ. പക്ഷേ മിക്ക പോസ്റ്റിലും ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. റിയാക്ട് നേറ്റീവ് ചോദിക്കുന്നുണ്ട്, Vue.js ചോദിക്കുന്നുണ്ട്, AngularJS ചോദിക്കുന്നുണ്ട്, React.js ചോദിക്കുന്നുണ്ട്, Node.jsഉം അതിൻ്റെ ഫ്രെയിം വർക്കും ചോദിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനാണ് ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ നിലവിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പം നിങ്ങളെപ്പോഴും എൻ്റെ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പം AI കൂടി വന്നതുകൊണ്ട് കൂടുതൽ കമ്പനീസും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് വിത്ത് AI-യുടെ സഹായത്തോടു കൂടി ഇപ്പം നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും ഒരു ബെസ്റ്റ് കമ്പാനിയൻ ഒരു AI ടൂൾ, ഒരു കോപ്പൈലറ്റ് പോലുള്ളൊരു AI ടൂൾ കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ ആ ഒരു പ്രോജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ ബാക്ക് എൻഡ് അറിയത്തില്ല, അപ്പോൾ അതെൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നാട്ടിൽ എനിക്ക് തോന്നുന്നത് ആംഗുലറിന് കുറച്ചുകൂടി സാധ്യതയുണ്ട്, റിയാക്റ്റിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ കൂടുതലും റിയാക്റ്റിനാണ് സാധ്യതയുള്ളത്, React.jsനാണ് സാധ്യതയുള്ളത്. വിത്ത് Node.js അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് ഒക്കെയാണ് കൂടെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇനി അങ്ങോട്ടൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് മാത്രമായിരിക്കും കുറച്ചുകൂടി സ്കോപ്പ് ഉള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 20 ഇൻ്റർവ്യൂ വരുമ്പം ആ 20-ൽ ഒരു 18 എണ്ണം എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പൊസിഷനിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുക, ശ്രമിക്കുക. ഇനി ദുബായിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു ചെറിയ ജോലിയാണെങ്കിൽ പോലും നിങ്ങളത് എഗ്രി ചെയ്ത് അതിൽ ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് ഒരു 2500 ദിർഹത്തിൻ്റെ ശമ്പളത്തിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. അത് 2500 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം നാട്ടിൽ 50,000, 55,000, 60,000 രൂപയ്ക്ക് അടുത്തായി. അതിനകത്ത് കയറി അവിടെ 1 വർഷം നിന്ന്
നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ജോലിയിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദുബായ് എക്സ്പീരിയൻസ് ചില കമ്പനീസ് അനാവശ്യമായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചത് അതൊരു മാൻഡേറ്ററി കാര്യമല്ല. നമ്മൾ നാട്ടിലും ഈ സെയിം ജോലി തന്നെയാണ് ചെയ്യുന്നത്, ഇവിടെയും സെയിം പണി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് ശമ്പളം കുറവാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് നിരന്തരം ഇങ്ങനൊരു ചോദ്യം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോയിൽ പറയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏർലി സ്റ്റേജിൽ, അതൊരു 22-നും 30-നും ഇടയ്ക്കുള്ള ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്ത് നിങ്ങളുടെ ജോലി സാധ്യത തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അറിയത്തില്ല, കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കാനായിട്ടാണെങ്കിലും പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാനും ഇപ്പം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പുറം രാജ്യത്തേക്ക് ജോലി നോക്കണം എന്നുള്ളത് ഞാനും പറയുകയാണ്. പക്ഷേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും പുറം രാജ്യത്ത് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നാട്ടിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ജോലി കിട്ടുകയെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.